പറയുന്ന ലൊക്കേഷനിൽ അപ്സ്റ്റെയറോ സെക്കൻഡ് ഫ്ലോറോ തേർഡ് ഫ്ലോറോ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഹെവി വെയിറ്റ് ഇല്ല, ഒരു 100 കിലോന്റെ അത്രേ വലുപ്പമുള്ളൂ. വെയിറ്റ് കപ്പാസിറ്റി നമുക്ക് ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാളും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ അലൈൻമെന്റ് ഞാൻ കറക്റ്റ് ചെയ്യാൻ നമ്മുടെ പേപ്പർ ഇത്രയും വലിയ പേപ്പർ വെച്ചിട്ട് ഇതിന് സ്കെയിൽ ബാർ നമുക്ക് ക്രോസ് വരാതിരിക്കാൻ ഈ സ്കെയിൽ ബാറിൽ സ്റ്റീൽ ബാർ നമുക്ക് ടച്ച് ചെയ്യാം. എന്നിട്ട് ഇതിനെ ലോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് ഒരു കാരണവശാലും ക്രോസ് വരില്ല. പല പേപ്പർ ബാഗും ക്രീസിംഗ് കൊടുക്കുമ്പോൾ ക്രോസ് വരാണ്ട് വളവ് വരാണ്ട് ഇത് വരാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു അലൈൻമെന്റിൽ ചെയ്ത് വെച്ചിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്തു. ഈ പേപ്പർ കറക്റ്റായിട്ട് ക്രോസ് ചെയ്യാതെ നമുക്ക് ഉള്ളിലോട്ട് വിട്ടു. പേപ്പർ കട്ടിങ് കറക്റ്റ് ആകുകയാണെങ്കിൽ പേപ്പർ ക്രീസ് ചെയ്യും കറക്റ്റായിട്ട് ഓപ്പോസിറ്റ് നമ്മൾ വിടാം. അത് ചെയ്യുമ്പോൾ നമ്മുടെ അലൈൻമെന്റ് ഇത് മാറ്റി സെൻറ്റർ ചെയ്ത് വളവില്ലാതെ നമുക്ക് വിടാൻ പറ്റും. സെയിം സ്റ്റേജ്. അപ്പോൾ പേപ്പറിനെ രണ്ടായി തിരിക്കിട്ട് വൺ സൈഡ് ഇതും ടു സൈഡ് ഇതും. ഇത് വൺ സൈഡ്, ഇത് ടു സൈഡ്, രണ്ട് സൈഡ് നമുക്ക് ഇതിന്റെ പേപ്പർ ക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വരകൾ കറക്റ്റ് പ്രഷർ വന്നോ എന്ന് നോക്കി ചെക്ക് ചെയ്യാം. ഇതിലെ ലൈൻസ് കറക്റ്റായിട്ട് വന്നിട്ട് ക്രോസ് ക്രീസിങ് കറക്റ്റ് ആവും. ഈ ലൈൻസ് ചെറുതുകൊണ്ട് വലുതുകൊണ്ട്. ഇപ്പോൾ ഇതിന്റെ പ്രത്യേകത ഞാൻ പറയാം, സ്പീഡ് ഒറ്റ കൺട്രോൾ ആണ്. സ്പീഡ് ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് നമ്പറൈസ് ചെയ്യാം. ഇനി സ്പീഡ് കൺട്രോൾ ചെയ്തിട്ട് സ്പീഡ് കൂട്ടാൻ കുറയ്ക്കാനൊക്കെ